നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഒരു മോഡൽ എക്സാം അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റിനകത്ത് സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് നിന്നുള്ള 20 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫയർമാൻ ഫയർവുമന്റേതാണ്. അപ്പോൾ നമ്മൾ പഠിച്ചതും അതുപോലെ തന്നെ പഠിപ്പിച്ചതും കൂടാതെ ചോദിച്ചു വന്നിട്ടുള്ള നമ്മുടെ കേരള PSCയിൽ തന്നെ ചോദിച്ചതും അതുപോലെ തന്നെ പല മോഡൽ എക്സാംസിനൊക്കെ കണ്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കവർ ചെയ്തതും കവർ ചെയ്യാത്തതുമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾ അറിയാമെന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് കൂടി ഇടാനായിട്ട് മറക്കരുത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ മാർക്ക് കമന്റ് ബോക്സിൽ ഇടുക. 20 ചോദ്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ നിങ്ങളുടെ റേഞ്ചും നിങ്ങളുടെ കൂട്ടുകാരുടെ റേഞ്ചും എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് 5 മാർക്ക് ആയിക്കോട്ടെ, 10 ആയിക്കോട്ടെ, 20 ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക, അത് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക കേട്ടോ. അപ്പൊ കയ്യിൽ എല്ലാവരും ഒരു പേപ്പറും പേനയൊക്കെ ആയിട്ട് ഇരിക്കുക. അപ്പൊ നമുക്ക് എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. അപ്പൊ ഈ പറയുന്നുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? രോഗത്തിനുള്ള ചികിത്സയും പ്രഥമ ശുശ്രൂഷയും രണ്ടാണെന്നുള്ള ഒരു ബോധ്യം ഒരു പ്രഥമ ശുശ്രൂഷകന് ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട്. കൂടാതെ പ്രഥമ ശുശ്രൂഷകൻ തനിക്ക് അറിയാവുന്ന പരിചരണം മാത്രം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന 2 സ്റ്റേറ്റ്മെന്റുകളിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത്, തെറ്റായിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചേ. ഓക്കെ, അപ്പൊ നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തി എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഞാനിത് ഉത്തരത്തിലേക്ക് കടക്കുന്നു. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? രോഗത്തിനുള്ള ചികിത്സയും പ്രഥമ ശുശ്രൂഷയും രണ്ടാണെന്നുള്ള ബോധ്യം ഒരു പ്രഥമ ശുശ്രൂഷകന് ഉണ്ടാകണം അല്ലെ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഈ ഒരു കാര്യം, ഫസ്റ്റ് എയ്ഡിന്റെ ക്ലാസ്സിനകത്ത് പറഞ്ഞതാണ്. കാര്യം എന്താണ്? ഒരു രോഗത്തിനുള്ള ചികിത്സയും പ്രഥമ ശുശ്രൂഷയും അല്ലെങ്കിൽ ഒരു ഡിസീസ് വരുമ്പോഴുള്ള ചികിത്സയും ഫസ്റ്റ് എയ്ഡിനുള്ള ചികിത്സയും രണ്ടാണ്. ഒരു രോഗത്തിനുള്ള ചികിത്സ കൊടുക്കാനായിട്ട് ഒരു ഡോക്ടറിനെ പറ്റുള്ളൂ. പക്ഷെ പ്രഥമ ശുശ്രൂഷ കൊടുക്കാൻ ഒരു ഫസ്റ്റ് എയ്ഡർ അല്ലെങ്കിൽ ഒരു പ്രഥമ ശുശ്രൂഷകന് കഴിയും. എല്ലാ പ്രഥമ ശുശ്രൂഷകനും ഡോക്ടർ അല്ല, ആ കാര്യം ശ്രദ്ധിക്കുക. എല്ലാ പ്രഥമ ശുശ്രൂഷകനും ആരല്ല? ഡോക്ടർ അല്ല. ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന സാധാരണ ഒരു പൗരന് കൊടുക്കാൻ പറ്റും. പക്ഷെ രോഗത്തിനുള്ള ചികിത്സ കൊടുക്കുക, മരുന്ന് കൊടുക്കുക എന്ന് പറയുന്നത് ആരെ കൊണ്ടേ പറ്റത്തുള്ളൂ? അത് ഡോക്ടറിനെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ രോഗത്തിനുള്ള ചികിത്സയും പ്രഥമ ശുശ്രൂഷയും രണ്ടാണെന്നുള്ള ബോധ്യം ആർക്ക് വേണം? ഒരു ഫസ്റ്റ് എയ്ഡറിന് വേണം, ഒരു പ്രഥമ ശുശ്രൂഷകൻ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? പ്രഥമ ശുശ്രൂഷകൻ തനിക്ക് അറിയാവുന്ന പരിചരണം മാത്രം നൽകണം. ശരിയാണല്ലേ? അറിയാത്ത ഈ മുറിവൈദ്യൻ ആളെ കൊല്ലും എന്നൊക്കെ പറയുന്ന പോലെ പ്രഥമ ശുശ്രൂഷകൻ തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യരുത്, അതിലേക്ക് കൊണ്ട് തലയിടാനായിട്ട് പോകരുത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 2 പോയിന്റുകളും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരി ഉത്തരം. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യം ഇതാണ്. പ്രഥമ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഒരാൾ എന്ത് ചെയ്യുന്നു? നെഞ്ചരിച്ചിലുമായി ഒരു രോഗി താങ്കളെ സമീപിച്ചാല് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് മരുന്നാണ് നൽകേണ്ടത് അല്ലെ. അപ്പൊ ഈ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് അറിയാമോ എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. പ്രഥമ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഒരാള് നെഞ്ചരിച്ചിലുമായിട്ട് താങ്കളെ സമീപിച്ചാല് താങ്കൾ കൊടുക്കേണ്ട മരുന്ന് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഉത്തരം കിട്ടിയോ? ഇതിനകത്ത് സാരിഡോൺ എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഡൈജീൻ പറയുന്നുണ്ട്, സിട്രസിൻ പറയുന്നുണ്ട്, ആസ്പിരിൻ പറയുന്നുണ്ട്. ഇതിലെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഡൈജീൻ ആണ് കേട്ടോ, ഡൈജീൻ ആണ്. ഓക്കെ, അപ്പൊ ഡൈജീൻ എന്ന് പറയുന്ന മരുന്നാണ് എന്ത് ചെയ്യേണ്ടത്? നെഞ്ചരിച്ചിലുമായിട്ട് ഒരു രോഗി താങ്കളെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട മരുന്ന് എന്താണ്? ഡൈജീൻ എന്ന് പറയുന്ന മരുന്നാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു നവജാത ശിശുവിന്റെ ഹൃദയ സ്പന്ദന നിരക്ക് എത്രയാണ്? ഒരു നവജാത ശിശുവിന്റെ ഹൃദയ സ്പന്ദന നിരക്ക് എത്രയാണ്? അപ്പൊ ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. ഒരു നവജാത ശിശുവിന്റെ ഹൃദയ സ്പന്ദന നിരക്ക് എത്രയാണ്? ഓക്കെ, അപ്പൊ നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. ഒരു നവജാത ശിശുവിന് ഹൃദയസ്പന്ദന നിരക്ക് എന്ന് പറയുന്നത് ഒരു മിനിറ്റില് 120 മുതൽ 140 തവണ വരെയാണ് കേട്ടോ. അപ്പോൾ നവജാത ശിശുവിന്റെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? അത് ഒരു മിനിറ്റില് 120 മുതൽ 140 മിനിറ്റ് വരെയാണ്. അപ്പൊ ഇനിയും നിങ്ങളൊരു കാര്യം പറയാനുള്ളത്, ഇനിയും നിങ്ങൾ നമ്മുടെ ഫയർമാൻ ഫയർവുമന്റെ ആ ഒരു ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് അതിന്റെ നഷ്ടം വരുന്നത്. കാര്യം എക്സാമിങ് അടുത്തു. അപ്പൊ നമ്മൾ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു 4-5 മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ ഒരു മെഗാ മോക്ക് ടെസ്റ്റും, ഒരു 180ഓളം ചോദ്യങ്ങൾ വരുന്ന ഒരു മെഗാ മോക്ക് ടെസ്റ്റും അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതെന്തായാലും നമ്മൾ ഈ പറയുന്ന എക്സാമിനേഷൻ മുന്നേ, നമ്മുടെ ഫയർമാന്റെ എക്സാമിനേഷന് മുന്നേ തന്നെ നമ്മളത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കും. അപ്പോൾ ആ ഒരു മോഡൽ എക്സാമും മോക്ക് ടെസ്റ്റിന്റെ ഒക്കെ PDF നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താലേ ഗ്രൂപ്പിനകത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. 100 രൂപയാണ് പേയ്മെന്റ്. 100 രൂപ എന്ത് ചെയ്യുക, 9961116927 എന്ന് പറയുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്യുക. എന്നിട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ക്ലാസ് തൊട്ട് ഇതുവരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ നോട്ടുകളും ഈ മോഡൽ എക്സാം മോക്ക് ടെസ്റ്റുകളുടെ PDF
ഉത്തരങ്ങൾ മാർക്ക് ചെയ്തിട്ടുള്ള PDF നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ എന്തായാലും അത് ചെയ്തിട്ടേ നിങ്ങൾ എക്സാമിന് പോകാവൂ. ഇതെല്ലാം ക്ലാരിഫൈ ചെയ്തിട്ടേ എക്സാം അറ്റൻഡ് ചെയ്യാവൂ. അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു നവജാത ശിശുവിന്റെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഒരു നവജാത ശിശുവിന്റെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 മിനിറ്റിൽ 120 മുതൽ 140 തവണ വരെയാണ്. നാലാമത്തെ ചോദ്യം ഇതാണ്. പുനരുജ്ജീവിപ്പിക്കൽ രീതികളിൽ അല്ലെങ്കിൽ റെസ്ക്യൂ സ്റ്റേഷൻ മെത്തേഡ്സിൽ ഒരു ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രില്ലേറ്ററിന്റെ ഉദ്ദേശം എന്താണെന്നാണ് ചോദ്യം. ഒരു ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രില്ലേറ്ററിന്റെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ AEDയുടെ ഉദ്ദേശം എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനകത്ത് 4 എണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രില്ലേറ്ററിന്റെ ഉദ്ദേശം എന്താണെന്നാണ് ചോദ്യം. മരുന്നുകൾ നൽകുന്നതിന്, ഹൃദയതാളം വിശകലനം ചെയ്യാനും, ആവശ്യമെങ്കിൽ വൈദ്യുതാഘാതം ഏൽപ്പിക്കാനും, അതുപോലെ തന്നെ കൃത്രിമ വെന്റിലേഷന്റെ നൽകുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രക്തസ്രാവം നിയന്ത്രിക്കാൻ. ഇതിലെ ഒരു ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രില്ലേറ്ററിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അത് ഹൃദയതാളം വിശകലനം ചെയ്യാനും, ആവശ്യമെങ്കിൽ എന്താണ്, വൈദ്യുതാഘാതം ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ 4ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണെന്ന് അറിഞ്ഞിരിക്കുക. 4ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം നമ്മുടെ 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 5ാമത്തെ ചോദ്യം ഇതാണ്. ഇനി പറയുന്ന സന്ദർഭങ്ങളിൽ ശ്വാസം മുട്ടൽ സംഭവിക്കുന്നത് എപ്പോഴാണ്? ഇനി പറയുന്ന സന്ദർഭങ്ങളിൽ ശ്വാസം മുട്ടൽ അനുഭവിക്കുന്നത് ഏത് സന്ദർഭത്തിലാണെന്നാണ് ചോദ്യം. അപ്പൊ ഇതിനകത്ത് ശ്വാസകോശത്തിലേക്കുള്ള വായുപ്രവാഹം തടയുന്ന രീതിയിൽ ശ്വാസനാളത്തിൽ ഒരു തടസ്സം ഉണ്ടാകുന്ന സമയത്താണോ, അല്ലെങ്കിൽ വ്യക്തിക്ക് ഭക്ഷണം വിഴുങ്ങാൻ കഴിയാതാകുമ്പോഴാണോ, ആ വ്യക്തി തുടർച്ചയായി ചുമയ്ക്കുമ്പോഴാണോ, വ്യക്തിക്ക് തൊണ്ടവേദന ഉള്ളപ്പോഴാണ്? അപ്പോൾ ഈ പറയുന്നതിൽ ശ്വാസം മുട്ടൽ സംഭവിക്കുന്നത് ഏത് സിറ്റുവേഷനിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഉത്തരത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ശ്വാസം മുട്ടൽ സംഭവിക്കുന്നത് എപ്പോഴാണ്? ഇതിലെ ശ്വാസകോശത്തിലേക്കുള്ള വായുപ്രവാഹം തടയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, ഈ ശ്വാസനാളത്തിൽ എന്തെങ്കിലും അടയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ശ്വാസം മുട്ടൽ സംഭവിക്കുന്നത്. 5ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം 6ാമത്തെ ചോദ്യം. ഛേദിക്കപ്പെട്ട ഭാഗം ലഭ്യവും നല്ല രീതിയിലുമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഛേദിക്കപ്പെട്ട ഭാഗം ലഭ്യവും നല്ല രീതിയിലുമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് എന്താ പറയുന്നത്, നമ്മുടെ കൈയോ അല്ലെങ്കിൽ കാലിന്റെ ഏതെങ്കിലും വിരലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുറിഞ്ഞ നിലയിലാണ്. അപ്പൊ അതെന്ത് ചെയ്യാണ്, നല്ല രീതിയിലാണെന്ന് വെച്ചാൽ വലിയ ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് നിലത്ത് കുഴിച്ചിടുക എന്ന് പറയുന്നുണ്ട്. എന്താണ്, മാങ്ങാണ്ടി വല്ലതും നിലത്ത് കുഴിച്ചിടാനായിട്ട്. അടുത്ത് ഉണങ്ങിയ തുണിയിൽ പൊതിഞ്ഞ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ വയ്ക്കുക എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഐസിലും വെക്കുക എന്ന് പറയുന്നുണ്ട്. അടുത്ത് ചെറുചൂടുള്ള വെള്ളവും അല്ലെങ്കിൽ സോപ്പും ഉപയോഗിച്ചത് കഴുകുക എന്ന് പറയുന്നുണ്ട്. അറ്റുപോയ ഭാഗത്ത് നേരിട്ട് ആന്റിസെപ്റ്റിക് പ്രയോഗിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒന്നാമത് നമുക്ക് വായിക്കുമ്പോഴേ അറിയാം പൊട്ടത്തെറ്റാണ്. നിലത്ത് ഒഴിച്ചിടുക എന്ന് പറയുന്നുണ്ട്. നിലത്ത് ഒഴിച്ചിടുക ഇത് മറ്റേ മാങ്ങാണ്ടിയും വിത്തൊന്നും അല്ലല്ലോ. പിന്നെ പറയുന്നത് ലാസ്റ്റ് ചോദിച്ചു നോക്കി, അറ്റുപോയ ഭാഗത്ത് നേരിട്ട് ആന്റിസെപ്റ്റിക് പ്രയോഗിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താണ്, അത് ലൈഫ് ഇല്ലാത്തൊരു സാധനമാണല്ലോ. എന്ന് വെച്ചാൽ അതിൽ ജീവയില്ലാത്ത സാധനമാണ്. അതിലേക്ക് നമ്മൾ ആന്റിസെപ്റ്റിക് പ്രയോഗിക്കാൻ പാടില്ല. പിന്നെ ചെറു ചൂടുവെള്ളവും സോപ്പും ഉപയോഗിച്ചത് കഴുകുക. അപ്പൊ ചൂടുവെള്ളത്തിൽ ഇതിട്ട് പുഴുങ്ങിയെടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, ആക്ച്വലി ഒരു ഉണങ്ങിയ തുണിയിൽ എന്ത് ചെയ്യുക, ഇതിനെ പൊതിഞ്ഞ് ഒരു പ്ലാസ്റ്റിക് ബാഗിൽ വയ്ക്കുക. അതിനെ തുടർന്ന് എന്ത് ചെയ്യുക, ഇതിനെ ഐസിൽ വയ്ക്കുക എന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഛേദിക്കപ്പെട്ട ഒരു ഭാഗം നല്ലതും അല്ലെങ്കിൽ നല്ല രീതിയിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് തന്നെയാണ്, ഇതിൽ ഉണങ്ങിയ തുണിയിൽ അതിനെ പൊതിഞ്ഞ് ഒരു പ്ലാസ്റ്റിക് ബാഗിൽ വയ്ക്കുക. തുടർന്ന് അതിന് എന്ത് ചെയ്യുക, ഒരു ഐസ് അല്ലെങ്കിൽ ഒരു ഐസ് ബോക്സിനകത്ത് എന്തെങ്കിലും സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. എത്രയും പെട്ടെന്ന് എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം 7ാമത്തേതാണ്. രക്തസ്രാവം ഉണ്ടായി മുറിവേറ്റ ഒരു അവയവം ഉയർത്തുന്നതിന്റെ ഉദ്ദേശം എന്താണ്? രക്തസ്രാവം ഉണ്ടായാൽ മുറിവേറ്റ ഒരു അവയവത്തിന് ഉയർത്തുന്നതിന്റെ ഉദ്ദേശം എന്താണ്? വീക്കം കുറയ്ക്കാനാണോ, മുറിവിലേക്കുള്ള രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണോ, ഷോക്ക് തടയാനാണോ, മുറിവ് വിലയിരുത്തുന്ന എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടാണോ? എന്തിനാണ് രക്തസ്രാവം ഉണ്ടായാലും മുറിവേറ്റ അവയവം ഉയർത്തി വെക്കുന്നത്? നമുക്കറിയാം കയ്യിൽ ഇപ്പോൾ ഒരു മുറിവുണ്ടായാൽ നമ്മൾ ചെയ്യേണ്ടത് കൈ ഉയർത്തി വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഉദ്ദേശം എന്ന് പറയുന്നത് ഉത്തരം കണ്ടെത്തിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ ആണ്. വീക്കം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ രക്തസ്രാവം ഉണ്ടായാലും എന്ത് മുറിവുണ്ടായാലും നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ആ ഒരു ഭാഗം ഉയർത്തി വയ്ക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ വീക്കം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 8ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഒരു ഫ്രോയിസ്റ്റ് ബൈറ്റ് ഉണ്ടാകുമ്പോഴത്തേക്കും ചർമ്മത്തെ ചൂടാക്കാനായിട്ട് ചൂടുവെള്ളമോ അടുപ്പോ ഹീറ്ററോ ഒന്നും നേരിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ഒരു ഫ്രോയിസ്റ്റ് ബൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ചർമ്മത്തെ ചൂടാക്കാൻ വേണ്ടി ചൂടുവെള്ളമോ അടുപ്പോ ഹീറ്ററോ പോലുള്ള കാര്യങ്ങളൊന്നും നേരിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതിന്റെ റീസൺ എന്താണെന്നാണ് ചോദ്യം. അപ്പൊ ഇതിനകത്ത് പറയുന്നത് 4 ഓപ്ഷൻസ് ഉണ്ട്. ചൂടുവെള്ളം പൊള്ളൽ ഉണ്ടാക്കുകയും ടിഷ്യൂകൾക്ക് കൂടുതൽ കേടുവരുത്തുകയും ചെയ്യുന്നു. നേരിട്ടുള്ള താപസ്രോതസ്സുകൾ ഒരു അലർജി പ്രതിപാദിക്കുന്ന കാരണമാകുന്നു. ഫ്രോയിസ്റ്റ് ബൈറ്റിൽ ചർമ്മം ചൂടിനോട് സംവേദനക്ഷമമല്ല എന്ന് പറയുന്നുണ്ട്. ചൂടുവെള്ളം രോഗശാന്തി പ്രക്രിയയെ വേഗത്തിലാക്കും എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ ഒരു ഫ്രോയിസ്റ്റ് ബൈറ്റ് ഉണ്ടാകുമ്പോഴത്തേക്കും എന്താണ് ചർമ്മത്തെ ചൂടാക്കാനായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നേരിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല. എന്താണ് ഹീറ്ററോ അല്ലെങ്കിൽ അടുപ്പോ പോലുള്ള കാര്യങ്ങളൊന്നും നേരിട്ട് ചൂടുവെള്ളമൊന്നും നേരിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഓപ്ഷൻ എ ആണ്. ചൂടുവെള്ളം പൊള്ളലുണ്ടാക്കുകയും ടിഷ്യൂകൾക്ക് കൂടുതൽ ഡാമേജ് വരുത്തുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, സംശയാസ്പദമായിട്ട് ഒടിവുണ്ടായാൽ പ്രഥമ ശുശ്രൂഷ നൽകുന്നതിനുള്ള ആദ്യ നടപടി എന്താണ്? ഒടിവുണ്ടായാൽ നമ്മൾ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? വീക്കം കുറയ്ക്കാൻ ഐസ് പുരട്ടുക, ചലനം തടയാൻ പരിക്കേറ്റ പ്രദേശം നിശ്ചലമാക്കുക, ആന്റിസെപ്റ്റിക് ലായനി ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കുക, വേദന ഒഴിവാക്കാനുള്ള മരുന്ന് നൽകുക. അപ്പൊ നമുക്കറിയാം, ഒരു കൈ ഒടിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് കൈക്ക് അനക്കം തട്ടാതെ സംഭവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. ചലനം തടയാൻ പരിക്കേറ്റ പ്രദേശം എന്ത് ചെയ്യുക? നിശ്ചലമാക്കുക എന്ന് പറയുന്നതാണ് അതിന്റെ ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഫയർ ട്രയാങ്കിൾ അല്ലെങ്കിൽ അഗ്നി ത്രികോണത്തിന്റെ ഘടകങ്ങളിൽ ഒന്ന് നീക്കം ചെയ്താൽ തീക്ക് എന്ത് സംഭവിക്കും? അപ്പൊ നമ്മൾ പറഞ്ഞു, തീ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ ഫയർ ട്രയാങ്കിൾ വേണം. ഫയർ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഓക്സിജൻ വേണം, ഹീറ്റ് വേണം, അതുപോലെ തന്നെ ഫ്യൂവൽ വേണം. ഇതിൽ ഏതെങ്കിലും ഒരു സാധനം ഇല്ലാതായാൽ അവിടെ എന്ത് സംഭവിക്കും? തീ ശക്തമാകുമോ? അല്ല. കൂടുതൽ പുകയുണ്ടാകുമോ? അല്ല. തീയുടെ നിറം മാറുമോ? അല്ല. അവിടെ എന്താണ് സംഭവിക്കുക? തീ കെടുത്തിക്കളയുന്ന അല്ലെങ്കിൽ അണയുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ അതിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ജ്വലിക്കുന്ന വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ ഫ്ലാഷ് പോയിന്റ് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ജ്വലിക്കുന്ന വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു വസ്തുവിന്റെ ഫ്ലാഷ് പോയിന്റ് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ഇതിൽ പറയുന്നുണ്ട്, ഒരു പദാർത്ഥം തിളയ്ക്കുന്ന താപനിലയെ സൂചിപ്പിക്കുന്നു, ഇത് കത്തുമ്പോൾ പദാർത്ഥത്തിന്റെ നിറം നിർണ്ണയിക്കുന്നു, അല്ലെങ്കിൽ തീജ്വാലയിലോ തീപ്പൊരിയിലോ സമ്പർക്കം പുലർത്തുമ്പോൾ പദാർത്ഥത്തിന്റെ ജ്വലന പ്രവണതയെ ഇത് സൂചിപ്പിക്കുന്നു, ഇത് പദാർത്ഥത്തിന്റെ സാന്ദ്രത അളക്കുന്നു. അപ്പൊ നമ്മൾ ഈ ജ്വലിക്കുന്ന വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ ഫ്ലാഷ് പോയിന്റ് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. എന്താണ്? തീജ്വാലയിലോ അല്ലെങ്കിൽ തീപ്പൊരിയിലോ സമ്പർക്കം പുലർത്തുമ്പോഴത്തേക്കും പദാർത്ഥത്തിന്റെ ജ്വലന പ്രവണതയെ ഇത് സൂചിപ്പിക്കുന്നു എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് അതിന്റെ ശരി ഉത്തരമായിട്ട് വരേണ്ടത് കേട്ടോ. അപ്പോ 11ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ സി ആണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ഓപ്പൺ കപ്പ് ഉപകരണം എന്തളക്കാൻ ഉപയോഗിക്കുന്നു? ശ്രദ്ധിക്കുക, ഓപ്പൺ കപ്പ് എന്ന് പറയുന്ന ഉപകരണം എന്തളക്കാനായിട്ട് ഉപയോഗിക്കുന്നു? ഫ്ലാഷ് പോയിന്റ് ആണോ, ഫയർ പോയിന്റ് ആണോ, ഇഗ്നിഷൻ പോയിന്റ് ആണോ, അതോ ലാറ്റനൈറ്റ് ഹീറ്റ് ആണോ? എന്ന് പറഞ്ഞേ, ഓപ്പൺ കപ്പ് ഉപകരണം എന്തളക്കാൻ ഉപയോഗിക്കുന്നു? ഓപ്പൺ കപ്പ് എന്ന് കേട്ടാൽ നിങ്ങളുടെ മനസ്സിൽ ഓടി വരേണ്ടത് നമ്മുടെ ഫയർ പോയിന്റ് ആണെന്നാണ്. എന്താണ്? ഫയർ പോയിന്റ്. ഓപ്പൺ കപ്പ് ഉപകരണം എന്തളക്കാൻ ഉപയോഗിക്കുന്നു? ഫയർ പോയിന്റ് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഓപ്പൺ കപ്പ് എന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ജ്വലന പരിധിയെ കുറിച്ചുള്ള ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ജ്വലന പരിധി എന്നാൽ ജ്വലന സ്വഭാവമുള്ള ദ്രാവകമോ അല്ലെങ്കിൽ വാതകമോ വായുവുമായിട്ട് ഒരു പ്രത്യേക അനുപാതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ തീ പിടിക്കൂ എന്നുള്ളതാണ്. ശരിയാണ്, നമുക്കറിയാം ജ്വലന പരിധി എന്നാൽ എന്താണ്? ജ്വലന സ്വഭാവമുള്ള ദ്രാവകമോ വാതകമോ വായുവുമായിട്ട് ഒരു പ്രത്യേക അനുപാതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ തീ കത്തത്തുള്ളൂ എന്ന് പറയുന്നതാണ് അതിന്റെ ജ്വലന പരിധി എന്ന് പറയുന്നത്. ശരിയാണ്. അടുത്ത ലാസ്റ്റ് നമുക്ക് നോക്കാം. നമ്മുടെ ഹൈഡ്രജന്റെ ഉയർന്ന ജ്വലന പരിധി 74% പറയുന്നു. അതും ശരി തന്നെയാണ്. ഹൈഡ്രജന്റെ ഉയർന്ന ജ്വലന പരിധി 74 ആണ്. അപ്പൊ ഇതിൽ തെറ്റായിട്ട് വരുന്നതെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഇതിൽ തെറ്റായിട്ട് വരുന്നത്. ജ്വലന പരിധിക്ക് മുകളിലോ താഴെയോ ഉള്ള അനുപാതത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നു എന്ന് പറയുന്ന പോയിന്റ് തെറ്റാണ്. നമുക്ക് ആ പോയിന്റ് വായിക്കുമ്പോൾ തന്നെ കിട്ടും. ജ്വലന പരിധി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ പരിധി ബ്രേക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അവിടെ തീ കത്തത്തുള്ളൂ അല്ലെ? അതിന് മുകളിലോ താഴെയോ എന്ന് പറയുന്ന പോയിന്റ് തെറ്റാണ്. അടുത്ത്, ഒരു മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ് അല്ലെങ്കിൽ MSDSന്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ പഠിച്ചതാണ്. MSDSനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഒരു വസ്തുവിന്റെ ഭൗതികവും രാസപരവുമായ ഗുണങ്ങളുടെ വിവരങ്ങൾ നൽകാനാണോ, അല്ലെങ്കിൽ ഒരു പദാർത്ഥം എങ്ങനെ സുരക്ഷിതമായി ഉപയോഗിക്കാമെന്നുള്ള മാർഗനിർദ്ദേശം നൽകുന്നതിനാണോ, അതോ ആ പദാർത്ഥം ഉൾപ്പെടുന്ന അപകടങ്ങളോ ചോർച്ചയോ ഉണ്ടാകുമ്പോൾ അടിയന്തര നടപടികൾ നൽകുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനാണോ? നമ്മൾ പഠിച്ചതാണ് മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റിന്റെ ഉപയോഗങ്ങൾ ഇതൊക്കെ തന്നെയാണ് അല്ലെ? ഒരു വസ്തുവിന്റെ ഭൗതികവും രാസപരവുമായിട്ടുള്ള ഗുണങ്ങൾ നൽകാൻ, അല്ലെങ്കിൽ ഒരു പദാർത്ഥം എങ്ങനെ സുരക്ഷിതമായി ഉപയോഗിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശം നൽകുന്നതിന്, പദാർത്ഥം ഉൾപ്പെടുന്ന അപകടങ്ങളോ ചോർച്ചയോ ഉണ്ടാകുമ്പോൾ അടിയന്തര നടപടികൾ നൽകുന്നതിനൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? MSDS അല്ലെങ്കിൽ മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യമാണ്. ഒരു അഗ്നിശമന ഉപകരണം ഉപയോഗിക്കുന്നതിനുള്ള അടിസ്ഥാന ഗൈഡ് എന്ന നിലയിൽ പാസ് എന്നതിന്റെ ചുരുക്കപ്പേരിന്റെ എക്സ്പാൻഷൻ എന്താണെന്നാണ് ചോദ്യം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ് പാസ് അല്ലേ? നമ്മൾ ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്ന പാസ് എന്ന് പറയുന്ന മെത്തേഡാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. പാസ് എന്ന് പറഞ്ഞാൽ P എന്ന് പറഞ്ഞാൽ എന്താണ്? പുള്ളാണ്. A എന്ന് വെച്ചാൽ എയിം ആണ്. S എന്ന് പറഞ്ഞാൽ സ്ക്വീസ് ആണ്. അടുത്ത S എന്ന് വെച്ചാൽ സ്വീപ്പ് ആണ് അല്ലെ? അപ്പൊ പുൾ, എയിം, സ്ക്വീസ്, സ്വീപ്പ് ആണ് പാസ്. പുൾ, എയിം, സ്ക്വീസ്, സ്വീപ്പ് ആണ് പാസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഗ്യാസോലിൻ അല്ലെങ്കിൽ ഓയിൽ പോലുള്ള കത്തുന്ന ദ്രാവകങ്ങൾ ഉൾപ്പെടുന്ന തീപിടുത്തത്തിന് അനുയോജ്യമായ അഗ്നിശമന ഉപകരണം എന്താണെന്നാണ് ചോദ്യം. എന്താണ്?
ഗ്യാസോലിൻ അല്ലെങ്കിൽ ഓയിൽ പോലുള്ള കത്തുന്ന ദ്രാവകങ്ങൾ ഉൾപ്പെടുന്ന തീപിടുത്തത്തിന് അനുയോജ്യമായ അഗ്നിശമന ഉപകരണം എന്താണ്? 16ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഒന്ന് കമന്റ് ആയിട്ട് പറഞ്ഞേ. ഗ്യാസോലിൻ അല്ലെങ്കിൽ ഓയിൽ പോലുള്ള ദ്രാവകങ്ങൾ ഉൾപ്പെടുന്ന തീപിടുത്തത്തിന് അനുയോജ്യമായ അഗ്നിശമന ഉപകരണം എന്താണ്? നമ്മൾ പഠിച്ചതാണ്. ക്ലാസ് എ ഫയർ, ബി ഫയർ, സി ഫയർ, ഡി ഫയർ എന്ന് പറഞ്ഞിട്ട് 2ാമത്തെയോ 3ാമത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ പഠിച്ചതാണ്. തീർച്ചയായിട്ടും ഒരു ക്ലാസ് നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ഒന്ന് കാണുക. ഗ്യാസോലിൻ പോലുള്ള അല്ലെങ്കിൽ ലിക്വിഡ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഓപ്ഷൻ ബി ആണ്, അല്ലെങ്കിൽ ക്ലാസ് ബി ഫയർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത് അല്ലേ. അപ്പൊ നമുക്കറിയാം നമ്മൾ ഈ ഗ്യാസോലിൻ അല്ലെങ്കിൽ ഓയിൽ പോലുള്ള കത്തുന്ന ദ്രാവകങ്ങൾ ഉൾപ്പെടുന്ന തീപിടുത്തത്തിന് അനുയോജ്യമായ അഗ്നിശമന ഉപകരണം എന്താണ്? ക്ലാസ് ബി ആയിട്ടുള്ള ഉപകരണങ്ങൾ തന്നെയാണ്. അടുത്ത ക്ലാസ് എ തീപിടുത്തങ്ങൾക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വെറ്റ് ടൈപ്പ് എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിക്കുന്നതിന്റെ പ്രയോജനം എന്താണ്? ക്ലാസ് എ തീപിടുത്തങ്ങൾക്ക് വേണ്ടിയിട്ട് വെറ്റ് ടൈപ്പ് ഉപയോഗിക്കുന്നതിന്റെ പ്രയോജനം എന്താണ്? നമുക്കറിയാം ക്ലാസ് എ ഫയർ എന്ന് പറഞ്ഞാൽ നോർമൽ ഫയർസ് ആണ് അല്ലെ. അതിൽ നമുക്ക് ഈ വെറ്റ് എക്സ്റ്റിങ്ക്യൂഷർ ടൈപ്പ് അല്ലെങ്കിൽ ജലം പോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള റീസൺ എന്ത് തന്നെയാണ്? ഇത് തീ തണുപ്പിക്കുകയും വീണ്ടും ജ്വലനം തടയുകയും ചെയ്യുന്നു അല്ലെ. ക്ലാസ് എ ഫയർ അല്ലെങ്കിൽ ക്ലാസ് എ ഫയറുകൾക്ക് വെറ്റ് ടൈപ്പ് എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ത് തന്നെയാണ്? ഇത് തീ തണുപ്പിക്കുകയും വീണ്ടും ജ്വലനം തടയുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അടുത്ത 18ാമത്തെ ചോദ്യം, മെക്കാനിക്കൽ ഫോം എക്സ്റ്റിങ്ക്യൂഷറുകൾ ഏത് തരത്തിലുള്ള തീക്കെതിരായിട്ടാണ് ഉപയോഗിക്കുന്നത്? മെക്കാനിക്കൽ ഫോം എക്സ്റ്റിങ്ക്യൂഷർ നമ്മൾ പഠിപ്പിച്ചതാണ്. മെക്കാനിക്കൽ ഫോം എക്സ്റ്റിങ്ക്യൂഷർ ഇത് ഏത് തരത്തിലുള്ള തീക്കെതിരായിട്ടാണ് നമ്മളിത് മെക്കാനിക്കൽ ഫോം എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ഉപയോഗിക്കുന്നത്? സാധാരണ ജ്വലന വസ്തുക്കൾക്കാണോ, തീ പിടിക്കുന്ന ദ്രാവകങ്ങൾക്കാണോ, ഇലക്ട്രിക്കൽ ഫയേഴ്സിനാണോ, അതോ കത്തുന്ന ലോഹങ്ങൾക്കാണോ? എവിടെയാണ് നമ്മൾ ഈ മെക്കാനിക്കൽ ഫോം എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ഉപയോഗിക്കുന്നത്? അറിയാമോ? എവിടെയാണ്? തീപിടിക്കുന്ന ദ്രാവകങ്ങൾക്കാണ് അല്ലെ. തീപിടിക്കുന്ന ദ്രാവകങ്ങൾക്കാണ് നമ്മൾ മെക്കാനിക്കൽ ഫോം എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ഉപയോഗിക്കുന്നത്. 19ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഇനി പറയുന്ന ആർട്ടിക്കിളുകളിൽ ഒന്നിന്റെ ലംഘനത്തിലാണ് 2000 IT ആക്ടിലെ സെക്ഷൻ 66A ഇന്ത്യൻ സുപ്രീം കോടതി റദ്ദാക്കിയതെന്ന് പറയുന്നുണ്ട്. IT ആക്ട് പഠിപ്പിച്ചപ്പോഴത്തേക്ക് നമ്മളത് പറഞ്ഞതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ ഒന്നിന്റെ ലംഘനത്തിലാണ് 2000 IT ആക്ടിലെ സെക്ഷൻ 66A സുപ്രീം കോടതി റദ്ദ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. അനുച്ഛേദം 19 1A ആണ് അല്ലെ. 19 1A ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം സൈബർ ഭീകരതയ്ക്കുള്ള അല്ലെങ്കിൽ സൈബർ ടെററിസം നമ്മൾ പഠിച്ചതാണ്. 66F ആണ് സൈബർ ടെററിസം. ഈ സൈബർ ടെററിസത്തിനുള്ള ശിക്ഷ എന്താണ്? IT ആക്ടിൽ വധശിക്ഷ വരുന്നില്ല എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. സൈബർ ടെററിസത്തിനുള്ള ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്നതിൽ ഏതാണ്? നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ജീവപര്യന്തം തടവാണ് അല്ലെ. ജീവപര്യന്തം തടവാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരമുള്ള സൈബർ ടെററിസത്തിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തം തടവാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ മാർക്ക് എത്ര മാർക്കാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? അത് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക. അപ്പൊ നിങ്ങളുടെ മാർക്ക് പറയുന്നതിലൂടെ നിങ്ങളുടെ റേഞ്ചും കൂട്ടുകാരുടെ റേഞ്ചും നിങ്ങൾക്ക് മനസ്സിലാവും. അതിപ്പോ പറയുന്ന പോലെ തന്നെ എത്ര മാർക്കാണ്? 15 മാർക്കാണെങ്കിലും 20 ആണെങ്കിലും 5 ആണെങ്കിലും 2 മാർക്കാണെങ്കിലും നിങ്ങൾ അത് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് പറയുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഫയർമാൻ ഒക്കെ എഴുതാൻ പോകുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളുടെ ഫയർമാൻ ഗ്രൂപ്പുകളിലേക്കും ഒക്കെ എന്ത് ചെയ്യുക? ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ഇതിന്റെ നോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എടുത്തു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഈ കൊടുക്കുന്ന ഈ പറയുന്ന മോക്ക് ടെസ്റ്റിന്റെ തന്നെ മാർക്ക്ഡ് ക്വസ്റ്റിന്റെ ആൻസർ ഷീറ്റ് എന്ന് പറയുന്നത് ഇന്ന് വൈകുന്നേരം നമ്മുടെ ഈ പറയുന്ന ഗ്രൂപ്പിനകത്ത് നമ്മൾ അവൈലബിൾ ആക്കുന്നതായിരിക്കും. അപ്പൊ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക? ഇതിന്റെ നോട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിനായിട്ടുള്ള നമ്പർ ഇതാണ്: 9991696272 എന്ന് പറയുന്ന ഈ നമ്പറിലേക്കാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടത്. 100 രൂപയാണ് പേയ്മെന്റ്. ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക. ഇതുപോലെ തന്നെ നമ്മുടെ എക്സൈസിന്റെയും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫയർമാൻ്റെ എക്സാമിനേഷൻ ഇങ്ങനെ അടുത്തതുകൊണ്ടാണ് നമ്മുടെ എക്സൈസിന്റെ ചെറിയൊരു ബ്രേക്ക് ഇട്ടേക്കുന്നത്. ഫെബ്രുവരിയിലാണ് നിങ്ങളുടെ എക്സൈസിന്റെ എക്സാമിനേഷൻ വരുന്നത്. നിങ്ങൾ ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. അതിന് മുന്നേ എന്തായാലും സെറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അവസരം അല്ലെങ്കിൽ ഈ ഒരു ചാൻസ് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.